ജൂൺ 6-ന് ശേഷം ഫൈനൽ തേർഡിൽ ഒരു വലിയ വിടവ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് സംഭവിക്കാൻ പോകുന്നു. കഴിഞ്ഞ 19 വർഷമായി ആരും അധികം ചിന്തിക്കാത്ത ഒരു വലിയ ശൂന്യതയാണ് അവിടെ വരുന്നത്. അതെ, സുനിൽ ഛേത്രി ജൂൺ 6-ന് ഇന്ത്യക്കായി തൻ്റെ അവസാന പോരാട്ടം കളിക്കുന്നു. ഇത്രയും കാലം ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെ ഛേത്രി ഇന്ത്യൻ ഫുട്ബോളിനെ ചുമലിലേറ്റി. അതിൻ്റെ മേൽവിലാസമായി, ക്യാപ്റ്റനായി, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരമായി, ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ ഗോളടിച്ച സൂപ്പർ സ്റ്റാറായി, ഇതിഹാസ താരമായി. ഒരുപക്ഷേ തൻ്റെ ചുറ്റിലും പന്തെത്തിക്കാൻ ഒരു മനുഷ്യർ പോലും ഇല്ലാതിരുന്നിട്ടും ഛേത്രി ഗോളടിച്ചുകൊണ്ടേയിരുന്നു. ലോക ഫുട്ബോളിൽ നിലവിൽ കളിക്കുന്നവരിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ലയണൽ മെസ്സിക്കും പിന്നിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ച താരങ്ങളുടെ പട്ടികയിൽ മൂന്നാമൻ ഛേത്രിയാണ്. 150 മത്സരങ്ങൾ ഇന്ത്യക്കായി കളിച്ചാണ് ഛേത്രി ബൂട്ടഴിക്കുന്നത്. 94 ഗോളുകൾ നേടി. പഴകും തോറും വീര്യം കൂടുമെന്ന ചൊല്ല് ഛേത്രിയെ നോക്കിയാൽ സത്യമാണെന്ന് കാണാം. തമാശ കളിച്ചു നടന്ന കൗമാരകാലത്ത് മികച്ച കോളേജിൽ ചേരാനുള്ള ഉപാധി മാത്രമായിരുന്നു ഛേത്രിക്ക് ഫുട്ബോൾ. വലിയ ഫുട്ബോൾ പാരമ്പര്യവും ഛേത്രിക്കുണ്ട്. അമ്മയും പെങ്ങളും നേപ്പാൾ ദേശീയ ടീമിനായി കളിച്ചവരാണ്. എന്നാൽ അതൊന്നും കൗമാരത്തിൽ ഛേത്രിയെ സ്വാധീനിച്ചില്ല. പിന്നീട് മോഹൻ ബഗാൻ താരത്തെ കണ്ടെത്തി ടീമിലെത്തിച്ചതോടെ ചരിത്രം മാറി. അവിടെ തുടങ്ങുന്നു ഛേത്രിയുടെ സമ്മോഹന യാത്ര. ഡൽഹിയിലെ സിറ്റി ക്ലബ്ബിൽ കളിക്കാൻ തുടങ്ങിയതോടെയാണ് ഛേത്രിയുടെ കരിയറിന് മാറ്റം വരുന്നത്. 2001-2002 കാലത്താണ് താരം സിറ്റി ക്ലബിനായി ബൂട്ട് കെട്ടിയത്. 2002-ൽ ഇന്ത്യൻ ഫുട്ബോളിലെ അധികായരായ മോഹൻ ബഗാൻ പന്തിലെ സ്വാധീനവും കളിമികവും കണ്ട് ഛേത്രിയെ ടീമിലെത്തിച്ചു. 2005-ൽ മോഹൻ ബഗാനു വേണ്ടി 18 കളിയിൽ 8 ഗോളുകളുമായി ഛേത്രി തിളങ്ങി. പിന്നാലെ താരം ഇന്ത്യയുടെ അണ്ടർ 20 ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ സീനിയർ ടീമിലെത്തിയപ്പോഴും ഗൗരവത്തിൽ കളിയെ സമീപിക്കുന്ന ശീലം ഛേത്രിക്കുണ്ടായിരുന്നില്ല. എന്നാൽ 2011-ൽ ബൗച്ചുങ് ബൂട്ടിയെ വിരമിച്ചതിനു പിന്നാലെ ക്യാപ്റ്റൻ ആംബാൻഡ് അന്നത്തെ പരിശീലകനായിരുന്ന ബോബ് ഹൗട്ടൺ ഛേത്രിക്ക് സമ്മാനിച്ചതോടെ ഇതിഹാസ താരത്തിലേക്കുള്ള ഛേത്രിയുടെ യാത്രയ്ക്കും തുടക്കമായി. പിന്നീട് ദീർഘനാൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പോസ്റ്റർ ബോയ് ഛേത്രിയായിരുന്നു. പിന്തുണയ്ക്കാൻ ഒരാളുമില്ലാതിരുന്നിട്ടും ഏഷ്യൻ, ചാലഞ്ച്, ഇന്റർ കോണ്ടിനെൻ്റൽ, നെഹ്റു കപ്പ് തുടങ്ങി വിവിധ കിരീട നേട്ടങ്ങളിലേക്ക് ഛേത്രി ഇന്ത്യൻ ടീമിനെ നയിച്ചു. സുനിൽ ഛേത്രിയുടെ ഇന്ത്യൻ ടീം കാലം എന്നത് സംഭവ ബഹുലമാണ്. വിവാദങ്ങളും ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ നേരിട്ട സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളും എല്ലാം അദ്ദേഹം നേരിൽ കണ്ടു. അപ്പോഴും ഛേത്രി തൻ്റെ കളിമികവിൻ്റെ അനായാസതയാൽ ആരാധകരെ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ക്രിക്കറ്റ് വലിയ ആവേശമായ ഇന്ത്യയിൽ ഒരു തലമുറ ഫുട്ബോളിലേക്ക് വലിയ തോതിൽ വരാൻ കാരണമായതിൽ ഒരാൾ തീർച്ചയായും ഛേത്രി തന്നെയാണ്. അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ തങ്ങളുടെ ഔദ്യോഗിക പേജിൽ ഛേത്രിയെക്കുറിച്ച് ഇങ്ങനെയാണ് കുറിച്ചത്: ഇതിഹാസമായി വിരമിക്കുന്ന ഒരാൾ.